ക്യാരറ്റ് റവയും കൊണ്ട് മിക്സിയിൽ അടിച്ച് നല്ലൊരു അടിപൊളി കേക്ക് ഉണ്ടാക്കിയാലോ, നല്ല സ്പോഞ്ചി ആയിട്ടൊരു കേക്ക്. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ആ ഒരു കേക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. മുട്ടയും ബീറ്ററും ഒന്നും ഇല്ലാതെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. പാത്തൂസ് കിച്ചൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പം നമുക്ക് കേക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് ഞാൻ 1 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ മിക്സിയിലെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു. റവ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ ക്യാരറ്റാണ്, ഒരു 250 ഗ്രാം വരും കേട്ടോ. പിന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടി അതിൽ ആഡ് ചെയ്യണം. 1 കപ്പ് റവക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് കണക്ക്. 1/2 കപ്പ് പാൽ കൂടി ഒഴിക്കുക അതിനകത്തേക്ക്. അപ്പം നമ്മുടെ ടെക്സ്ചർ ഇവിടെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. നല്ലവണ്ണം അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റിന് റവയും നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ഒരു 1/2 കപ്പ് ഓയിൽ കൂടി ചേർക്കാം. ഓയിലും നമ്മുടെ ആ ഒരു ടെക്സ്ചറും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കുറേ നേരം മിക്സ് ചെയ്താൽ അത് ഒരുമിച്ച് സെറ്റ് ആവുള്ളൂ കേട്ടോ. അതിന് ഒരുപാട് മിക്സ് ചെയ്യണം. പിന്നെ നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഓരോ ഐറ്റം ചേർക്കുന്നതനുസരിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വരണം കേട്ടോ. എന്നാലേ ആ ടെക്സ്ചറുമായിട്ടൊന്ന് സെറ്റ് ആവുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇടാം. ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ടെക്സ്ചർ മൊത്തത്തിലൊന്ന് സെറ്റ് ആവട്ടെ. പിന്നെ മധുരമാണല്ലോ, അതിന് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ടെക്സ്ചറൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ബേക്ക് ചെയ്യേണ്ട പാത്രത്തിലേക്ക് എണ്ണ നല്ല രീതിയിലൊന്ന് തടവി കൊടുക്കണം. പിന്നെ ബേക്ക് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഒരു 1/4 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഇത് തൊട്ട് മുൻപേ മാത്രമേ ചെയ്യാവൂ, ചെയ്ത് വെക്കാനായിട്ട് പാടില്ല. പിന്നെ നമുക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ കുമിളകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൊയ്ക്കോട്ടെ, അല്ലെങ്കിൽ കേക്കിന് അത് ഒരു കുമിള കെട്ടിയ പോലെ ഉണ്ടാവും. അടുപ്പത്ത് വെക്കുന്നതിന് മുമ്പ് കുറച്ച് ക്യാരറ്റ് കൂടി ഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ അടുപ്പ് തുറന്ന് നോക്കുമ്പോഴേക്ക് കേക്ക് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അതൊരു ഈർക്കിളി വെച്ച് നല്ല രീതിയിലൊന്ന് കുത്തി നോക്കി. എവിടെയും പറ്റിപ്പിടിക്കുന്നൊന്നുമില്ല, കേക്ക് സെറ്റായിട്ട് ഉറച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ബേക്ക് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പം നമ്മുടെ കേക്ക് ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. നമുക്കിതിന് ഓവൻ്റെയോ ബീറ്ററിൻ്റെയോ അതല്ലെങ്കിൽ നമ്മുടെ മുട്ടയുടെ ആവശ്യം പോലും ഇല്ല. മുട്ട പോലും ഇല്ലാതെ സിമ്പിളായിട്ടൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ് കേട്ടോ. ഈവനിങ് നമുക്ക് കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു സാധനമാണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. പിന്നെ ഇതുപോലെ വെറൈറ്റി ഐറ്റംസിൻ്റെ റെസിപ്പീസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.